അപ്പോൾ പ്രശാന്ത് കിഷോർ ഇന്ത്യയിലെ ഒരു വളരെ റെസ്പെക്റ്റബിൾ ആയുള്ള ഒരു സെഫോളജിസ്റ്റാണ്. അതുകൂടാതെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ പൾസ് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം BBC നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പോൾ BJP നമുക്കറിയാം, RSSന്റെ സംഘടനാ സ്വാധീനം അറിയാം, എല്ലാം അറിയാം. BJPക്ക് ഒരു 200 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ, ലോക്സഭയിൽ ഒരു 200 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതെങ്ങനെ 300 ആവുന്നു, അല്ലെങ്കിൽ 300 കൂടുതലാവുന്നു, 303 ആവുന്നു, അല്ലെങ്കിൽ 282 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തരുന്നു. അപ്പോൾ മോദി ആ ഒരു ഫാക്ടർ അതൊരു വലിയ റോൾ തന്നെയാണ്. കാരണം മോദി BJP-കാരനാണ്, RSS കൂടെ വളർന്നതാണ്, അതൊക്കെയാണ്. പക്ഷെ മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം വളരെ നിർണായകമായ ഒരു ഘടകമാണ്. കാരണം എല്ലാവരും BJP അനുഭാവികളല്ല ഇന്ന് BJPക്ക് വോട്ട് ചെയ്യുന്നത്. അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. മോദിത്വ എന്ന് പറയുന്നവരുണ്ട്, വിമർശകരാണ് പറയുന്നതെങ്കിൽ പോലും അത് മോദിത്വ ഫാക്ടർ എന്ന് പറയും. ഇത് ഹിന്ദുത്വ ബേസ്ഡ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മോദി ഫാക്ടർ, ഇതെന്താണ് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 4 ഫാക്ടറുകൾ ചേരുമ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മോദി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അതായത് 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ഒരു ആന്റി ഇൻകംബൻസി പോലും ഇല്ല. അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇപ്പോഴും ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നു.